നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേർ വിദേശത്ത് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യയിലേക്ക് ദിർഹവും ദിനാറും അയക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു കാലഘട്ടത്തിൽ ഈ രാഷ്ട്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ രൂപയായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതായത് ഈ രാഷ്ട്രങ്ങളിൽ 60കളിലും അതിനു മുന്നോടിയും ഇന്ത്യൻ രൂപയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. 1959 RBI ഗൾഫ് റുപ്പി എന്ന പേരിൽ രൂപ തന്നെ ഇറക്കിയിരുന്നു. അതായത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരുന്ന ഇന്ത്യൻ രൂപ ഗൾഫിൽ ഉപയോഗിച്ചിരുന്നു. കാരണം ഗൾഫും ബ്രിട്ടനുമായിട്ടുള്ള സഖ്യം വെച്ചിട്ട് അവിടെയും ഇതേ രൂപ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ പ്രത്യേകമായി, അതായത് RBI പ്രത്യേകമായി ഗൾഫ് റുപ്പി ഇഷ്യൂ ചെയ്തു. അത് 59-ൽ സ്റ്റാർട്ട് ചെയ്തു, 60കളിൽ തുടർന്നു. പക്ഷേ 70കൾ ആയപ്പോഴത്തേക്കും ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ പുതിയ കറൻസിയിലേക്ക് മാറുകയും അതാണ് ഈ കാണുന്ന ദിർഹവും ദിനാറും ഒക്കെ ആയി മാറിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ ഒരു ഗൾഫ് ചരിത്രം.